നമസ്കാർ, ഞാൻ ഹരിത. ഹിന്ദി വിത്ത് ഹരിത എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മുടെ 5ാമത്തെ യൂണിറ്റിലെ മുന്നു കി സ്വതന്ത്രത എന്ന കഹാനിയും ഉൾട്ടാ പുൾട്ട എന്ന കവിതയാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ മുന്നു കി സ്വതന്ത്രത എന്ന കഹാനി വായിച്ചു നോക്കാം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് മുന്നു കി സ്വതന്ത്രത എന്ന കഹാനിയാണ്. കഹാനി എന്ന് പറഞ്ഞാല് കഥ, സ്റ്റോറി എന്നൊക്കെയാണ് അർത്ഥം വരുന്നത്. ഇത് എഴുതിയിട്ടുള്ളത് ഹരിശങ്കർ പരസായി എന്ന എഴുത്തുകാരനാണ്. നമ്മുടെ സ്റ്റോറിയുടെ പേര് മുന്നു കി സ്വതന്ത്രത. മുന്നു എന്ന് പറയുന്നത് ഒരു കുട്ടിയുടെ പേരാണ്. നമ്മുടെ ഈ സ്റ്റോറിയിലെ ഒരു പ്രധാനപ്പെട്ട ക്യാരക്ടറാണ് മുന്നു. സ്വതന്ത്രത എന്ന് പറഞ്ഞാല് ഫ്രീഡം, സ്വാതന്ത്ര്യം എന്നുള്ള അർത്ഥമാണ്. അപ്പോൾ മുന്നു കി സ്വതന്ത്രത എന്ന് പറഞ്ഞാല് മുന്നുവിന്റെ സ്വാതന്ത്ര്യം എന്നാണ് അർത്ഥം വരുന്നത്. അപ്പൊ ഈ സ്റ്റോറിയിൽ മുന്നുവിന്റെ സ്വാതന്ത്ര്യത്തെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ നമുക്കിനി ആ കഥ വായിച്ച് അതിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നതെന്ന് മനസ്സിലാക്കിയിട്ട് പഠിക്കാം. മാ തും തോ കഹത്തി ഹോ കി ഹമേ സ്വതന്ത്രത മിൽ ഗയി. മാ എന്ന് പറഞ്ഞാല് അമ്മ, അതായത് ഈ മുന്നു അമ്മയെ വിളിക്കുന്നതാണ്. ഇപ്പൊ നമ്മൾ അമ്മയെ ഉമ്മ എന്നൊക്കെ വിളിക്കില്ലേ, അതേപോലെ അമ്മയെന്ന് ഈ മുന്നു വിളിക്കുകയാണ്. സ്വതന്ത്രത എന്ന് പറഞ്ഞാല് ഫ്രീഡം, സ്വാതന്ത്ര്യം എന്നുള്ള അർത്ഥമാണ്. അപ്പൊ മുന്നു അമ്മയോട് പറയാണ്, അമ്മേ നമുക്ക് സ്വാതന്ത്ര്യം ലഭിച്ചു എന്ന് നിങ്ങൾ പറയുന്നു. പർ എന്ന് പറഞ്ഞാല് പക്ഷേ. पर मैं जब आज भैया के कोट से फाउंटेन पेन निकाल कर फर्श पर लिखने लगा तब तुम नाराज हो गई और कलम छीन ली. पर എന്ന് പറഞ്ഞാല് പക്ഷേ എന്നാണ്. മേ എന്ന് പറഞ്ഞാല് ഞാൻ. അതായത് ഈ കഥ പറയുന്നത് നമ്മുടെ മുന്നു എന്ന് പറയുന്ന കുട്ടിയാണ്. അപ്പൊ പർ മേ എന്ന് പറഞ്ഞാല് പക്ഷേ ഞാൻ എന്ന് ഈ മുന്നു പറഞ്ഞു. അതിനുശേഷമുള്ള വാക്ക് ആജ് എന്നാണ്. ആജ് എന്ന് പറഞ്ഞാല് ഇന്ന്, ടുഡേ എന്നുള്ള അർത്ഥമാണ്. ബയ്യ എന്ന് പറഞ്ഞാല് ബ്രദർ, ചേട്ടൻ എന്നുള്ള അർത്ഥമാണ് വരുന്നത്. കോട്ട് എന്ന് പറഞ്ഞാല് നമ്മൾ ധരിക്കുന്ന കോട്ടാണ്. ഫൗണ്ടൻ പെൻ എന്ന് പറഞ്ഞാല് ഫൗണ്ടൻ പെന്ന് തന്നെയാണ്. നിക്കാൽക്കർ എന്നുള്ളതിന്റെ അർത്ഥം എടുത്ത് എന്നാണ്. ഫർഷ് എന്ന് പറഞ്ഞാല് നമ്മുടെ തറയില്ലേ, ഫ്ലോറിനാണ് ഫർഷ് എന്ന് പറയുന്നത്. ലിഗ്നെ ലഗ എന്ന് പറഞ്ഞാല് എഴുതാൻ തുടങ്ങി. തബ് എന്നുള്ളതിന് അർത്ഥം അപ്പോൾ എന്നാണ്. നാറാസ് എന്ന് പറഞ്ഞാല് ദേഷ്യപ്പെടുക, അതായത് നമ്മൾ ഒരാളോട് ചൂടാവില്ലേ, അതിനാണ് നാറാസ് എന്നുള്ള അർത്ഥം വരുന്നത്. കലം എന്ന് പറഞ്ഞാല് പെന്നാണ്, പേനയ്ക്കാണ് നമ്മൾ കലം എന്ന് പറയുന്നത്. ചീൻലി എന്ന് പറഞ്ഞാല് തട്ടിപ്പറിച്ചു. അപ്പൊ ഓരോ വാക്കുകളുടെയും അർത്ഥം മനസ്സിലായല്ലോ. അപ്പൊ ഇവിടെ മുന്നു എന്ന കുട്ടി തന്റെ അമ്മയോട് പറയാണ്, അമ്മേ നമുക്ക് സ്വാതന്ത്ര്യം ലഭിച്ചു എന്ന് നിങ്ങൾ പറയുന്നു, പക്ഷെ ഞാൻ ഇന്ന് ചേട്ടന്റെ കോട്ടിൽ നിന്ന് ഫൗണ്ടൻ പേന എടുത്ത് നിലത്ത് എഴുതാൻ തുടങ്ങിയപ്പോ നിങ്ങൾ ദേഷ്യപ്പെട്ടു, എന്നിട്ട് പേന തട്ടിപ്പറിച്ചു എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ നടന്ന ഈ ഒരു ഇൻസിഡന്റ് നിങ്ങൾ ഓർത്ത് വെച്ച് മനസ്സിലാക്കി പഠിക്കാൻ വേണ്ടിയിട്ട് ഞാൻ നിങ്ങൾക്ക് ചിത്രം വെച്ചിട്ട് ഇത് പറഞ്ഞു തരാം. ഇപ്പൊ നിങ്ങൾ ഈ ചിത്രം നോക്കിക്കേ. ഈ ചിത്രത്തില് സോഫയില് ബ്രദറിന്റെ കോട്ട് ഉണ്ട്. അപ്പൊ ചേട്ടന് ബ്രദറിന് ഹിന്ദിയില് ഭയ്യ എന്നാണ് പറയുന്നത്. അപ്പൊ മുന്നു തന്റെ ഭയ്യയുടെ കോട്ടിൽ നിന്ന് ഫൗണ്ടൻ പെൻ എടുത്തു. എന്നിട്ട് ആ പേന കൊണ്ട് എന്ത് ചെയ്തു, നിലത്ത് ഫ്ലോറിൽ എന്ത് ചെയ്തു, എഴുതാൻ തുടങ്ങി. അപ്പോൾ നിലത്തിന്, ഫ്ലോറിന് ഹിന്ദിയില് ഫർഷ് എന്നാണ് പറയുന്നത്. എഴുതാൻ തുടങ്ങി എന്നുള്ളതിന് ലിഗ്നെ ലഗ എന്നാണ് പറയുക. അപ്പൊ അങ്ങനെ എഴുതാൻ തുടങ്ങിയപ്പോ അമ്മ ദേഷ്യപ്പെട്ടു, എന്നിട്ട് ആ പേന മുന്നുവിന്റെ കയ്യിൽ നിന്ന് തട്ടിപ്പറിച്ചു. അപ്പൊ ഇവിടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഓരോന്നും ഞാൻ സെപ്പറേറ്റ് ആയിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ മാ എന്ന് പറഞ്ഞാൽ അമ്മയാണ്, മേ എന്ന് പറഞ്ഞാല് ഞാൻ, അതായത് നമ്മുടെ മുന്നുവാണ്. അപ്പൊ അവര് രണ്ടാളും പ്രധാനപ്പെട്ട ക്യാരക്ടർ ആയതുകൊണ്ട് തന്നെ ഞാനത് ഗ്രീൻ കളറിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഭയ്യ എന്ന് പറഞ്ഞാല് ചേട്ടനാണ്. അപ്പൊ അത് ജസ്റ്റ് ആ ബ്രദറിനെ കുറിച്ചിട്ട് അവിടെ പറയാൻ മാത്രമേ ചെയ്തിട്ടുള്ളതുകൊണ്ട് യെല്ലോ കളറിലും, റെഡ് കളറിൽ നമ്മുടെ ഈ സ്റ്റോറിയിലെ പ്രധാനപ്പെട്ട ഓരോരോ വേർഡ്സും ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതൊക്കെ ശ്രദ്ധിക്കുക. അപ്പൊ ഇനി നമുക്ക് കഥ ബാക്കി വായിച്ചു നോക്കാം. और रात को जब मैंने गरम दूध ना पिया तब तुमने डांट कर कहा, पी नहीं तो एक तमाचा लगेगा, और कटोरा मुंह से लगा दिया.
രാത് എന്ന് പറഞ്ഞാല് രാത്രിയാണ്. മേനെ എന്ന് പറഞ്ഞാല് ഞാൻ. അതായത് നമ്മുടെ ഈ കഥ പറയുന്നത് ആരാണ്? മുന്നു എന്നുള്ള കുട്ടിയാണ്. ഗരം എന്ന് പറഞ്ഞാല് ഹോട്ടായിട്ടുള്ള, ചൂടുള്ള. ദൂത് എന്ന് പറഞ്ഞാല് മിൽക്കാണ്, പാലാണ്. ഡാട്ട്കർ കഹ എന്ന് പറഞ്ഞാല്, ഡാട്ട്ന എന്ന് പറഞ്ഞാല് ചീത്ത പറയുക, ശാസിക്കുക. അപ്പൊ ഡാട്ട്കർ കഹ എന്ന് പറഞ്ഞാല് ചീത്ത പറഞ്ഞു, അതായത് ശാസിച്ച് പറഞ്ഞു എന്നാണ്. അപ്പൊ ആ ലൈനിന്റെ അർത്ഥം വരുന്നത്, ഓ രാത് കോ ജബ് മേനെ ഗരം ദൂത് നാ പിയ തബ് തുമ്നെ ഡാട്ട്കർ കഹ. അതുപോലെ രാത്രിയിൽ ഞാൻ ചൂടുള്ള പാല് കുടിക്കാതിരുന്നപ്പോ നിങ്ങള് ശാസിച്ച് ചീത്ത പറഞ്ഞു. പി നെഹി തോ ഏക് തമാച്ച ലഗേഗ ഓർ കട്ടോര മുഹ് സേ ലഗാ ദിയ. പി എന്ന് പറഞ്ഞാല് കുടിക്കൂ എന്നാണ്. നെഹിത്തോ എന്ന് പറഞ്ഞാല് ഇല്ലെങ്കിൽ. തമാച്ച എന്ന് പറഞ്ഞാല് അടിയാണ്, അതായത് തല്ല്. കട്ടോര എന്ന് പറഞ്ഞാല് ബൗളാണ്, അതായത് കിണ്ണം. മൂസി ലഗാദിയ എന്ന് പറഞ്ഞാല് വായിലേക്ക് അടുപ്പിച്ചു. അതായത് മുന്നു തന്റെ അമ്മയോട് പറയാണ്, രാത്രിയിൽ ഞാൻ ചൂടുള്ള പാല് കുടിക്കാതിരുന്നപ്പോ നിങ്ങള് ചീത്ത പറഞ്ഞിട്ട് പറഞ്ഞു കുടിക്കൂ, ഇല്ലെങ്കിൽ ഒരടി കിട്ടും. എന്നിട്ട് എന്ത് ചെയ്തു? മുന്നുവിന്റെ വായിലേക്ക് ആ ബൗള, കിണ്ണം അടുപ്പിക്കുകയാണ് ചെയ്തത്. അപ്പൊ അത് നിങ്ങൾക്ക് ചിത്രം വെച്ചിട്ട് ഞാനിപ്പോ പറഞ്ഞുതരാം. അപ്പൊ ഈ ചിത്രം നോക്കിക്കേ. ഇപ്പൊ രാത്രിയിലാണ് ഇത് നടക്കുന്നത്. രാത്രിക്ക് ഹിന്ദിയില് രാത് എന്നാണ് പറയുന്നത്. അമ്മയുടെ കയ്യിൽ എന്താണ്? പാലാണുള്ളത്. പാലിന് ഹിന്ദിയില് ദൂത് എന്നാണ് പറയുന്നത്. ചൂടുള്ള പാലിന് ഗരം ദൂത് എന്നാണ് പറയാ. അപ്പൊ ഈ അമ്മ എന്ത് ചെയ്തു? രാത്രി ടുക്കുവിന് പാല് കൊണ്ടു കൊടുത്തു. അപ്പൊ ഈ പാല് കുടിക്കാതെ ഇരുന്നപ്പോ അമ്മ ചീത്ത പറഞ്ഞിട്ട് പറഞ്ഞു, കുടിക്കൂ, ഇല്ലെങ്കിൽ എന്റെ കയ്യിൽ നിന്ന് അടി കിട്ടും എന്നുള്ളതാണ്. അടി കിട്ടും എന്നുള്ളതിന് തമാച്ച ലഗേഗ എന്നാണ് ഹിന്ദിയിൽ പറയുന്നത്. എന്നിട്ട് എന്ത് ചെയ്തു? ഈ കിണ്ണം ടുക്കുവിന്റെ വായിലേക്ക് അടുപ്പിക്കുകയാണ് ചെയ്തത്. അപ്പൊ ഇനി നമുക്ക് കഥയുടെ ബാക്കി വായിച്ചു നോക്കാം. जब मैं सवेरे सड़क पर खेलने चला गया तो तुमने नौकर से पकड़ मंगवाया और कहा. മേ എന്ന് പറഞ്ഞാല് ഞാനാണ്, അതായത് മുന്നു ആണ് ഇവിടെ മേ എന്ന് പറയുന്നത്. നമ്മുടെ മുന്നു ആണ് ഈ കഥ പറയുന്നത്, അല്ലെ? അപ്പൊ മുന്നു അമ്മയുടെ അടുത്ത് പറയാണ്, ജബ് മേ സവേരെ സടക് പർ ഖേൽനെ ചലാ ഗയാ തോ. സവേരെ എന്ന് പറഞ്ഞാല് രാവിലെ, മോർണിംഗ് എന്നുള്ള അർത്ഥാണ്. സടക്ക് എന്ന് പറഞ്ഞാല് റോഡാണ്. ഖേൽനെ എന്ന് പറഞ്ഞാല് കളിക്കാൻ. നോക്കർ എന്ന് പറഞ്ഞാല് സെർവന്റ് ആണ്, ജോലിക്കാരൻ എന്നുള്ള അർത്ഥാണ്. ഞാൻ രാവിലെ റോഡിൽ കളിക്കാൻ പോയപ്പോ നിങ്ങള് ജോലിക്കാരനെ കൊണ്ട് എന്നെ പിടിപ്പിച്ചു. ഓർ കഹ എന്നിട്ട് പറഞ്ഞു, സടക് പർ ഗയാ തോ ടാങ് തോട് ദൂങ്കി. സടക്ക് എന്ന് പറഞ്ഞാല് റോഡാണ്. ടാങ് എന്ന് പറഞ്ഞാല് ലെഗ്, കാലാണ്. തോട് ദൂങ്കി എന്ന് പറഞ്ഞാല് ഒടിക്കും. അതായത് റോഡിൽ കളിക്കാൻ പോയാല് കാലൊടിക്കും എന്ന് ആര് പറഞ്ഞു? അമ്മ മുന്നുവിനോട് പറഞ്ഞു. ഭല യഹ് ഭി കോയി സ്വതന്ത്രത ഹെ. ഇതാണോ സ്വാതന്ത്ര്യം? ഇതാണോ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് എന്ന് മുന്നു പറഞ്ഞു. ഇപ്പൊ വായിച്ച ഇൻസിഡന്റ് ആണ് നമ്മള് ഇവിടെ ചിത്രമായിട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പൊ മുന്നു രാവിലെ ഇങ്ങോട്ട് പോയി, റോഡിലേക്ക് കളിക്കാൻ പോയി. രാവിലെ എന്നുള്ളതിന് സവേര എന്നാണ് പറയുന്നത്. സുബഹ് എന്നും രാവിലെ, മോർണിംഗ് എന്നുള്ളതിന് ഹിന്ദിയിൽ പറയും. ഇങ്ങോട്ടാണ് കളിക്കാൻ പോയത്, റോഡിലേക്കാണ്. റോഡിന് ഹിന്ദിയില് സടക്ക് എന്നാണ് പറയുന്നത്. അപ്പൊ കളിക്കാൻ പോയപ്പോ അമ്മ എന്ത് ചെയ്തു? പണിക്കാരനെ കൊണ്ട്, അതായത് ജോലിക്കാരനെ കൊണ്ട് ഈ മുന്നുവിനെ പിടിപ്പിച്ചു. ഇപ്പൊ ജോലിക്കാരന് നോക്കർ എന്നാണ് ഹിന്ദിയിൽ പറയുന്നത്. എന്നിട്ട് പിടിച്ചിട്ട് അമ്മ മുന്നുവിന്റെ അടുത്ത് പറഞ്ഞു, റോഡില്, സടക്കില് കളിക്കാൻ പോയാല് ടാങ് തോടുതൂങ്കി, കാലൊടിക്കും എന്ന് പറഞ്ഞു. അപ്പൊ മുന്നു പറയാണ്, ഭല യഹ് ഭി കോയി സ്വതന്ത്രത ഹെ. അതായത് അമ്മ സ്വാതന്ത്ര്യം ലഭിച്ചു എന്ന് മുന്നുവിന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പൊ മുന്നു ചോദിക്കുകയാണ്, ഇതാണോ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് എന്ന് മുന്നു ചോദിച്ചു. അപ്പൊ നിങ്ങൾ ചിന്തിച്ചു നോക്കുക, റോഡിൽ കളിക്കുന്നതാണോ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്? അല്ല. റോഡിൽ കളിക്കുന്നത് ഒരിക്കലും സേഫ് ആയിട്ടുള്ള കാര്യമല്ല. കാരണം വാഹനങ്ങൾക്ക് പോകാനുള്ളതാണ് റോഡ്. അപ്പൊ നമ്മൾ റോഡിൽ കളിക്കുന്നതിലൂടെ എന്ത് സംഭവിക്കും? അപകടങ്ങൾ സംഭവിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പൊ അതുകൊണ്ടാണ് അമ്മ എന്ത് പറഞ്ഞത്? റോഡിൽ കളിക്കരുത്, റോഡിൽ കളിച്ചാല് കാലൊടിക്കും എന്ന് പറഞ്ഞിട്ടുള്ളത്. आज सवेरे जब मैंने
पैंट पहनने से इनकार कर दिया और कहा मैं पैंट नहीं पहनूंगा, मैं स्वतंत्र हूँ, मैं नंगे ही खेलूंगा. ആജ് എന്ന് പറഞ്ഞാല് ടുഡേ, ഇന്ന് എന്നാണ് അർത്ഥം. സവേരെ എന്ന് പറഞ്ഞാല് മോർണിംഗ്, രാവിലെ. മേന എന്ന് പറഞ്ഞാല് ഞാൻ, അതായത് മുന്നു ആണ് ഈ മേന എന്ന് പറയുന്നത്. നമ്മുടെ കഥ പറയുന്നത് ആരാണ്? മുന്നു ആണ്. പാന്റ് എന്ന് പറഞ്ഞാല് പാന്റ് തന്നെയാണ്. പെഹന്നെ എന്ന് പറഞ്ഞാല് ധരിക്കാൻ. ഇൻകാർ കരുതിയ എന്ന് പറഞ്ഞാല് വിസമ്മതിച്ചു. കഹ എന്ന് പറഞ്ഞാല് പറഞ്ഞു. നെഹി പെഹനൂങ്ക എന്ന് പറഞ്ഞാല് ധരിക്കില്ല എന്നാണ് അർത്ഥം വരുന്നത്. സ്വതന്ത്രഹു എന്ന് പറഞ്ഞാല് സ്വതന്ത്രനാണ് എന്നാണ് അർത്ഥം വരുന്നത്. ആജ് സവേരെ ജബ് മേ പാന്റ് പെഹന്നെ സെ ഇൻകാർ കർ ദിയ ഓർ കഹാ, ഇന്ന് രാവിലെ ഞാൻ പാന്റ് ധരിക്കാൻ വിസമ്മതിച്ചു, എന്നിട്ട് പറഞ്ഞു മേ പാന്റ് നെഹി പെഹനൂങ്ക, ഞാൻ പാന്റ് ധരിക്കില്ല. മേ സ്വതന്ത്രഹു, ഞാൻ സ്വതന്ത്രനാണ്. മേ നംഗേ ഹി ഖേലൂങ്ക, നംഗേ എന്ന് പറഞ്ഞാല് നഗ്നനായിട്ട്, അതായത് വസ്ത്രം ധരിക്കാതെ എന്നുള്ള അർത്ഥമാണ് നംഗേ എന്നുള്ളതിന് വരുന്നത്. ഖേലൂങ്ക എന്ന് പറഞ്ഞാല് കളിക്കും, ഞാൻ നഗ്നനായി തന്നെ കളിക്കുമെന്ന് ഈ മുന്നു തന്റെ അമ്മയുടെ അടുത്ത് പറഞ്ഞു. അതായത് മുന്നു തന്റെ അമ്മയോട് പറയാണ്, ഞാൻ ഡ്രസ്സ് ഇടണ്ട, ഞാൻ ഡ്രസ്സില്ലാതെ തന്നെ കളിക്കൂ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ എന്നെ നിർബന്ധിച്ചിട്ട് പാന്റ് ഇടിപ്പിച്ചില്ലേ എന്ന് ഈ മുന്നു എന്ത് ചെയ്തു? അമ്മയോട് പറയുകയാണ്. അപ്പൊ ചിത്രം നിങ്ങൾ നന്നായി ശ്രദ്ധിക്കുക. നിങ്ങൾ കഥയിലെ ഓരോ ഇൻസിഡൻസും ഓർത്ത് വെക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചിത്രമൊക്കെ വെച്ച് പഠിപ്പിക്കുന്നത്. അപ്പൊ ഇവിടെ പറയുന്നത് രാവിലെ തന്നെ, രാവിലെ എന്നുള്ളതിന് സവേരെ എന്നാണ് പറയുന്നത്. രാവിലെ തന്നെ ഈ മുന്നു എന്ത് ചെയ്തു? പാന്റ് ധരിക്കാൻ സമ്മതിച്ചില്ല. എന്നിട്ട് എന്താ പറഞ്ഞത്? മേ പാന്റ് നെഹി പെഹനൂങ്ക, ഞാൻ പാന്റ് ധരിക്കില്ല. മേ സ്വതന്ത്രഹു, അങ്ങനെ പറഞ്ഞാൽ എന്താണ്? ഞാൻ സ്വതന്ത്രനാണ്, എനിക്ക് ഫ്രീഡം ഉണ്ട് എന്ന് പറഞ്ഞു. മേ നംഗേ ഹി ഖേലൂങ്ക, ഞാൻ ഡ്രസ്സില്ലാതെ തന്നെ കളിക്കും എന്ന് പറഞ്ഞു. പക്ഷെ അമ്മ സമ്മതിച്ചോ? ഇല്ല, അമ്മ സമ്മതിച്ചില്ല അല്ലെ. അമ്മ എന്ത് ചെയ്തു? അമ്മ നിർബന്ധിപ്പിച്ച് ഡ്രസ്സ് ധരിപ്പിച്ചു. അപ്പൊ ഇനി നമുക്ക് കഥയുടെ ബാക്കി വായിച്ചു നോക്കാം. मैं जब भैया की तस्वीरों वाली मोटी पुस्तक को ध्यान से देखने लगा तब तुमने पुस्तक छीन ली और मुझे डांटा. മേ എന്നുള്ളതിനർത്ഥം ഞാൻ എന്നാണ്. അതായത് മുന്നു ആണ് ഈ കാര്യം പറയുന്നത്. ഭയ്യ എന്ന് പറഞ്ഞാല് ബ്രദർ, ചേട്ടൻ എന്നുള്ള അർത്ഥമാണ്. തസ്വീറും വാലി എന്ന് പറഞ്ഞാല് ചിത്രങ്ങളുള്ള. മോട്ടി എന്ന് പറഞ്ഞാല് തിക്കായിട്ടുള്ള, കട്ടിയുള്ള. പുസ്തകം എന്ന് പറഞ്ഞാല് പുസ്തകം, ബുക്കാണ്. ധ്യാൻ എന്ന് പറഞ്ഞാല് ശ്രദ്ധയാണ്. ദേഖ്നെ ലഗാ എന്ന് പറഞ്ഞാല് നോക്കാൻ തുടങ്ങി. പുസ്തക് ചീൻലി, പുസ്തക് ചീൻലി എന്ന് പറഞ്ഞാല് പുസ്തകം പിടിച്ചെടുത്തു എന്നാണ്. ഡാറ്റ എന്ന് പറഞ്ഞാല് വഴക്ക് പറഞ്ഞു, ചീത്ത പറയുന്നതിനാണ് ഡാറ്റ്ന എന്ന് പറയുന്നത് കേട്ടോ. മുന്നു തന്റെ അമ്മയോടാണ് ഈ കാര്യം പറയുന്നത്. അപ്പൊ മുന്നു എന്താ പറയുന്നത്? ചേട്ടന്റെ ചിത്രങ്ങളുള്ള കട്ടിയുള്ള പുസ്തകം ഞാൻ ശ്രദ്ധയോടെ നോക്കാൻ തുടങ്ങിയപ്പോൾ അമ്മ എന്ത് ചെയ്തു? പുസ്തകം തട്ടിയെടുത്തു, അതായത് പിടിച്ചെടുത്തു. ഓർ മുജി ഡാറ്റ, എന്നിട്ട് എന്നെ ചീത്ത പറഞ്ഞു, ശാസിച്ചു എന്ന് പറയാണ്. എന്നിട്ട് മുന്നു അമ്മയുടെ അടുത്ത് പറയാണ്, मैंने उसमें से एक ही तस्वीर तो अपने लिए फाटी थी. മേനെ എന്നതിനർത്ഥം ഞാൻ എന്നാണ്. അതായത് മുന്നു ആണ് ഈ പറയുന്നത്. മേനെ ഉസ്മേസെ, ഉസ്മേസെ എന്ന് പറഞ്ഞാല് അതിൽ നിന്ന്. തസ്വീർ എന്ന് പറഞ്ഞാല് പിക്ചർ, ചിത്രം എന്നുള്ള അർത്ഥമാണ്. ഫാട്ടി എന്ന് പറഞ്ഞാല് കീറി. അപ്പൊ മുന്നു അമ്മയുടെ അടുത്ത് പറയാണ്, ഞാൻ അതിൽ നിന്ന് ഒരൊറ്റ ചിത്രം മാത്രമേ എനിക്ക് വേണ്ടി കീറിയിട്ടുള്ളൂ. അപ്പൊ മുന്നു പുസ്തകം പിടിച്ചിരിക്കുന്ന ചിത്രം ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ മുന്നുവിന്റെ കയ്യില് ചേട്ടന്റെ ബുക്കാണുള്ളത്. ചേട്ടന് ഹിന്ദിയില്, ബ്രദറിന് ഹിന്ദിയില് ഭയ്യ എന്നാണ് പറയുന്നത്. അപ്പൊ ഭയ്യയുടെ എങ്ങനത്തെ ബുക്കാണ് കയ്യിലുള്ളത്? തസ്വീറും വാലി മോട്ടി പുസ്തക്, അല്ലെ, ചിത്രങ്ങളുള്ള കട്ടിയുള്ള പുസ്തകമാണ് മുന്നുവിന്റെ കയ്യിലുള്ളത്. അപ്പൊ മുന്നു ആ ബുക്ക് ശ്രദ്ധയോടെ നോക്കുകയാണ്. അപ്പൊ ശ്രദ്ധയോടെ നോക്കാൻ തുടങ്ങിയപ്പോ അമ്മ എന്ത് ചെയ്തു? പുസ്തകം മുന്നുവിന്റെ കയ്യിൽ നിന്ന് പിടിച്ചു വാങ്ങി. എന്നിട്ട് മുന്നു ലാസ്റ്റ് പറയുന്നുണ്ട്, മേനെ ഉസ്മേസി ഏക് ഹി തസ്വീർ തോ അപ്നെ ലിയേ ഫാട്ടി തി. മുന്നു എന്ത് ചെയ്തു? ആ കട്ടിയുള്ള ചിത്രങ്ങളുള്ള പുസ്തകത്തിൽ നിന്ന് ഒരു പേജ് തനിക്ക് വേണ്ടിയിട്ട് കീറി. അപ്പൊ ആ കീറിയത് കണ്ടിട്ടാണ് അമ്മ അതെന്ത് ചെയ്ത്? പിടിച്ചു വാങ്ങിയത്.
ബുക്ക് നമുക്ക് എന്തിനുള്ളതാണ്? എഴുതാനും ചിത്രങ്ങൾ വരയ്ക്കാനും അതേപോലെ വരച്ച ചിത്രങ്ങൾ കാണാനൊക്കെ ഉള്ളതാണ്. അതിന്ന് പേജ് കീറാൻ പാടുണ്ടോ? ഇല്ല. അപ്പോൾ ആ മിസ്റ്റേക്ക് മുന്നേ അവിടെ ചെയ്തതുകൊണ്ടാണ് അമ്മ എന്ത് ചെയ്തത്? ആ ബുക്ക് പിടിച്ചു പറിച്ച് വാങ്ങിയത്. അപ്പൊ മുന്നു എന്ന് പറയുന്ന കുട്ടി ഭയങ്കര നിഷ്കളങ്കായിട്ടാണ് പറയുന്നത്, ഞാനൊരു ബുക്കിൽ നിന്ന് ഒരു പേജ് മാത്രമല്ലേ കീറിയിട്ടുള്ളൂ എന്നുള്ളത്. അപ്പൊ ആ കുട്ടിയുടെ നിഷ്കളങ്കതയാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പൊ ഇനി നമുക്ക് കഥയുടെ ബാക്കി എന്താണെന്ന് വായിച്ചു നോക്കാം. मैं जब बाबूजी की दवात की स्याही से अपनी कमीज को रंग कर झंडा बनाने लगा तब तुमने दो तमाचे जड़ दिए. മേ എന്ന് പറഞ്ഞാല് അതിനർത്ഥം ഞാൻ എന്നാണ്. അപ്പൊ നമ്മുടെ മുന്നുവാണ് ഈ കഥ പറയുന്നത്. അപ്പൊ മുന്നു പറയാണ്, മേ ജബ് ബാബുജിക്ക്, ബാബുജി എന്ന് പറഞ്ഞാല് ഫാദർ, അച്ഛൻ എന്നുള്ള അർത്ഥമാണ്. ഹിന്ദിയില് പിത, പാപ്പ എന്നൊക്കെ പറഞ്ഞാല് ഫാദർ, അച്ഛൻ എന്നുള്ള അർത്ഥം തന്നെയാണ്. ദവാത്ത് എന്ന് പറഞ്ഞാല് ഇങ്ക് പോട്ട്, മഷിക്കുപ്പിയാണ്. സ്യാഹി എന്ന് പറഞ്ഞാല് ഇങ്കാണ്, മഷിയാണ്. കമീസ് എന്ന് പറഞ്ഞാല് ഷർട്ടാണ്. ജണ്ട എന്ന് പറഞ്ഞാല് കൊടി, ഫ്ലാഗ് എന്നുള്ള അർത്ഥമാണ് വരുന്നത്. ബനാനി ലഗ, ഉണ്ടാക്കാൻ തുടങ്ങി. തമാച്ചി എന്ന് പറഞ്ഞാല് അടികളാണ്. അപ്പൊ മുന്നു തന്റെ അമ്മയുടെ അടുത്ത് പറയാണ്, ഞാൻ അച്ഛന്റെ മഷിക്കുപ്പിയിലെ മഷി കൊണ്ട് എന്റെ ഷർട്ടിന് നിറം നൽകി, നിറം കൊടുത്തിട്ട് പതാക ഉണ്ടാക്കാൻ തുടങ്ങിയപ്പോൾ തബ് തുമ്നെ ദോ തമാച്ചെ ജഡ്ദിയെ, അമ്മ എന്ത് ചെയ്തു? മുന്നുവിന് രണ്ടടി, രണ്ട് തല്ലുകൾ കൊടുത്തു. എന്നിട്ട് മുന്നു തന്റെ അമ്മയുടെ അടുത്ത് ചോദിക്കുകയാണ്, ക്യാ തുമ്നെ മേരെ ഝണ്ടേ കാ അപമാൻ നഹി കിയാ? ഝണ്ട എന്ന് പറഞ്ഞാല് ഫ്ലാഗ് ആണ്, കൊടിയാണ്. അപമാൻ എന്ന് പറഞ്ഞാല് അപമാനിക്കുക. അപ്പൊ മുന്നു അമ്മയുടെ അടുത്ത് ചോദിക്കുകയാണ്, നിങ്ങൾ എന്റെ പതാകയെ അപമാനിച്ചില്ലേ എന്ന് ചോദിക്കുകയാണ്. അപ്പൊ അതിന്റെ ചിത്രമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. മുന്നു തന്റെ അച്ഛന്റെ മഷിക്കുപ്പിയിലെ മഷി കൊണ്ട് എന്താ ഉണ്ടാക്കിയത്? തന്റെ ഷർട്ടില് നിറം നൽകിയിട്ട് ജണ്ട ഉണ്ടാക്കി. ജണ്ട എന്ന് പറഞ്ഞാല് പതാകയാണ്, ഫ്ലാഗ് എന്നുള്ള അർത്ഥമാണ്. മഷിക്കുപ്പിക്ക്, ഇങ്ക് പോട്ടിന് ഹിന്ദിയില് ദവാത്ത് എന്നും പറയും, മഷിക്ക് സ്യാഹി എന്നാണ് പറയുന്നത്. അപ്പൊ ഇത് കണ്ടിട്ട് അമ്മ എന്താ ചെയ്തത്? മുന്നുവിന് ദോ തമാച്ചെ ജഡ്ദിയെ, രണ്ടടി, രണ്ട് തല്ലു കൊടുത്തു. എന്നിട്ട് മുന്നു തന്റെ അമ്മയുടെ അടുത്ത് പറഞ്ഞു, നിങ്ങൾ എന്റെ പതാകയെ അപമാനിച്ചില്ലേ എന്ന്. അപ്പൊ ഈ ചിത്രമൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടിയും ആ കഥയിൽ നടക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് മനസ്സിലാവുന്നുണ്ടാവും. അപ്പൊ ഓരോ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. അതേപോലെ ഞാൻ വാക്കുകളൊക്കെ പ്രത്യേകമായിട്ട് എടുത്തു പറയുന്നുണ്ട്, അതിപ്പോ തന്നെ പഠിച്ചു പോവാം. അപ്പൊ ഇനി നമുക്ക് കഥയുടെ ബാക്കി എന്താണെന്ന് വായിച്ചു നോക്കാം. ജബ് മേ റോനെ ലഗാ തബ് തുമ്നെ ചില്ലാക്കർ കഹാ, रोएगा तो एक तमाचा और लगाऊंगी. क्या मुझे रोने की भी स्वतंत्रता नहीं है? जब मैं रोने लगा तब तुमने चिल्लाकर कहा. മേ എന്ന് പറഞ്ഞാല് ഞാൻ എന്നുള്ള അർത്ഥമാണ്. അപ്പൊ മുന്നുവാണ് ഇത് പറയുന്നത്. റോനെ ലഗ എന്ന് പറഞ്ഞാല് കരയാൻ തുടങ്ങി. ചില്ലാക്കർ കഹ എന്ന് പറഞ്ഞാല് ഉച്ചത്തില് പറഞ്ഞു. അപ്പൊ മുന്നു കരയാൻ തുടങ്ങിയപ്പോൾ അമ്മ ഉച്ചത്തില് പറഞ്ഞു, റോയേഗാ തോ ഏക് തമാച്ച ഓർ ലഗാവുങ്കി, കരഞ്ഞാല് ഒരടിയും കൂടി കിട്ടും, അതായത് പിന്നെ ഒരു അടി കിട്ടും എന്ന് പറഞ്ഞു. അപ്പൊ മുന്നുവിന് ആദ്യം തന്നെ രണ്ടടി കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇനിയും കരഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒരടിയും കൂടി കിട്ടുമെന്ന് അമ്മ പറഞ്ഞു. അപ്പൊ മുന്നു പറയാണ്, ക്യാ മുझे रोने की भी स्वतंत्रता नहीं है? എനിക്കെന്താ കരയാൻ പോലുള്ള സ്വാതന്ത്ര്യം ഇല്ലേ എന്ന് മുന്നു ചോദിക്കുകയാണ്. മുന്നു കരയുന്ന ചിത്രമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. മുന്നുവിന് തന്റെ അമ്മയുടെ അടുത്തുനിന്ന് രണ്ടടി കിട്ടി. അപ്പൊ മുന്നു കരയാൻ തുടങ്ങിയപ്പോ അമ്മ എന്താ പറഞ്ഞത്? ചില്ലാക്കർ കഹ, ഒച്ചത്തിലാണ് പറഞ്ഞത്. റോയേഗാത്തോ ഏക് തമാച്ച ഓർ ലഗാവുങ്കി, കരഞ്ഞാല് ഒരടിയും കൂടിയും കിട്ടും, പിന്നെ ഒരടി കിട്ടുമെന്ന് പറഞ്ഞു. അപ്പൊ മുന്നു അമ്മയുടെ അടുത്ത് എന്താ പറഞ്ഞത്? ക്യാ മുझे रोने की भी स्वतंत्रता नहीं है? എനിക്കെന്താ കരയാൻ പോലുള്ള സ്വാതന്ത്ര്യം ഇല്ലേ എന്ന് അമ്മയുടെ അടുത്ത് പറഞ്ഞു. അപ്പൊ ഇനി എന്താണ് ഈ സ്റ്റോറിയിൽ സംഭവിക്കുന്നതെന്ന് നമുക്ക് ബാക്കി വായിച്ചു നോക്കാം. ठहरो, मैं अभी जवाहरलाल जी को चिट्ठी लिखता हूँ कि आप कहते हैं कि स्वतंत्रता मिल गई, किंतु मुझे तो रत्ती भर भी स्वतंत्रता नहीं मिली. ടെഹരോ എന്ന് പറഞ്ഞാല് വെയിറ്റ്, കാത്തിരിക്കൂ എന്നുള്ള അർത്ഥമാണ്. മേ എന്ന് പറഞ്ഞാല് ഞാൻ എന്നുള്ള അർത്ഥമാണ് വരുന്നത്. അതായത് നമ്മുടെ മുന്നുവാണ് ഈ കഹാനി പറയുന്നത് എന്നുള്ള കാര്യം നിങ്ങൾ മറന്നു പോകരുത്.
അഭി എന്ന് പറഞ്ഞാല് ഇപ്പോൾ എന്നാണ്. ജവഹർലാൽ ജി, അതായത് നമ്മുടെ ജവഹർലാൽ നെഹ്റുവിനാണ് കത്ത് എഴുതാൻ പോകുന്നത്. ചിട്ടി എന്ന് പറഞ്ഞാല് ലെറ്റർ, കത്ത് എന്നുള്ള അർത്ഥമാണ്. സ്വതന്ത്രത എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയില്ലേ, ഫ്രീഡം, സ്വാതന്ത്ര്യം എന്നുള്ള അർത്ഥമാണ്. കിന്തു എന്ന് പറഞ്ഞാല് ബട്ട്, അതായത് പക്ഷി എന്നുള്ള അർത്ഥമാണ്. മുജി എന്ന് പറഞ്ഞാല് എനിക്ക്. രത്തി ഭർബി എന്ന് പറഞ്ഞാല് അല്പം പോലും എന്നുള്ള അർത്ഥമാണ്. സ്വതന്ത്രത നെഹി മിലി എന്ന് പറഞ്ഞാല് സ്വാതന്ത്ര്യം ലഭിച്ചിട്ടില്ല. അപ്പൊ മുന്നു പറയാണ്, ടെഹറോ, കാത്തിരിക്കൂ, വെയിറ്റ് ചെയ്യൂ, മേ അബി ജവഹർലാൽ ജിക്കു ചിട്ടി ലിഖ്താ ഹൂ, ഞാൻ ഇപ്പോ ജവഹർലാൽ ജിക്ക് കത്ത് എഴുതാം. എന്ത് പറഞ്ഞിട്ടാണ് കത്ത് എഴുതുന്നത്? ജവഹർലാൽ ജിയോട് പറയാണ്, താങ്കൾ സ്വാതന്ത്ര്യം ലഭിച്ചു എന്ന് പറയുന്നു, പക്ഷേ എനിക്കൊരു തുള്ളി പോലും സ്വാതന്ത്ര്യം ലഭിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് കത്തെഴുതാണ് ആര്? നമ്മുടെ മുന്നു. അപ്പൊ ആ കത്തില് മുന്നു എഴുതിയതാണ്, ആപ് തുരന്ത് അമ്മാക്കു ലിഖ് ദീജിയെ ജിസ്സേ വഹ് മുझे സ്വതന്ത്രത ദേ ദേ. ഇപ്പോ ജവഹർലാൽ ജിയോട് മുന്നു കത്തിൽ എഴുതുകയാണ്, താങ്കൾ ഉടനെ തന്നെ അമ്മയ്ക്കൊരു കത്തെഴുതൂ എന്ന് പറയാണ്. അപ്പൊ കത്തെഴുതുന്നത് എന്തിനാണ്? അമ്മ മുന്നുവിന് സ്വാതന്ത്ര്യം കൊടുക്കുന്നില്ല എന്നാണ് മുന്നു ഈ കഥയിൽ പല തവണയായിട്ട് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ജവഹർലാൽ ജി കത്തെഴുതിയാല് അമ്മ മുന്നുവിന് സ്വാതന്ത്ര്യം കൊടുക്കുമെന്നാണ് മുന്നുവിന്റെ പ്രതീക്ഷ. അപ്പോ അദ്ദേഹത്തോട് പറയാണ്, താങ്കൾ ഉടനെ തന്നെ അമ്മയ്ക്കൊരു കത്തെഴുതൂ, അതിലൂടെ അമ്മ എനിക്ക് സ്വാതന്ത്ര്യം നൽകും, സ്വാതന്ത്ര്യം തരും എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് ഈ മുന്നു ഈ കത്തെഴുതുന്നത്. അപ്പൊ അങ്ങനെയാണ് നമ്മുടെ ഈ കഹാനി അവസാനിക്കുന്നത്. परसाई जी ने यह कहानी 1949 में लिखी थी, जब जवाहरलाल नेहरू देश के प्रधानमंत्री थे. പരസായി ജി ഈ കഹാനി, അതായത് ഹരിശങ്കർ പരസായി ഈ സ്റ്റോറി 1949 എഴുതിയതാണ്. അപ്പോൾ ജവഹർലാൽ നെഹ്റു രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ആയിരുന്നു. അപ്പൊ നമ്മുടെ മുന്നു കി സ്വതന്ത്രത എന്നുള്ള കഹാനി ഇവിടെ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ എഴുത്തുകാരനായ ഹരിശങ്കർ പരസായി മുന്നു എന്ന കുട്ടിയിലൂടെ സ്വാതന്ത്ര്യം, ഫ്രീഡം എന്നുള്ളതിന്റെ അർത്ഥമാണ് നമുക്ക് പറഞ്ഞു തരുന്നത്. അതായത് സ്വാതന്ത്ര്യം എന്നുള്ളത് എല്ലാവരുടെയും എന്താണ്? അവകാശമാണ്. പക്ഷെ അത് എന്തും ചെയ്യാം എന്നുള്ളൊരർത്ഥം അതിൽ വരുന്നില്ല. സ്വാതന്ത്ര്യത്തിന് അതിൻ്റെതായ ലിമിറ്റ്സും പരിധികളൊക്കെ ഉണ്ട് എന്നുള്ളത് നമുക്ക് ഈ കഥ വായിക്കുമ്പോൾ മനസ്സിലാവുന്നതാണ്. അപ്പൊ നിങ്ങൾക്ക് ചിത്രങ്ങളൊക്കെ വെച്ചിട്ടാണ് ഈ കഥ പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഓരോ കാര്യങ്ങളും നിങ്ങൾ ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ പ്രധാനപ്പെട്ട ഓരോ വേർഡ്സും ഞാൻ സെപ്പറേറ്റ് ആയിട്ട് റെഡ് കളറിലും ഗ്രീൻ കളറിലൊക്കെ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ നിങ്ങൾ നന്നായിട്ട് പഠിക്കുക. ഇപ്പൊ നമ്മള് മുന്നൂക്കി സ്വതന്ത്രത എന്നുള്ള കഹാനി ഇവിടെ പഠിച്ചു കഴിഞ്ഞു. ഇനി അടുത്തതായിട്ട് നമ്മുടെ അവസാനത്തെ ചാപ്റ്ററായ ഉൾട്ടാ പുൾട്ടാ എന്ന കവിത വായിച്ചു നോക്കാം. ഉൾട്ടാ പുൾട്ടാ എന്നുള്ള കവിതയാണ് പഠിക്കാൻ പോകുന്നത്. ഇത് എഴുതിയിട്ടുള്ളത് ഭഗവതി പ്രസാദ് ദ്വിവേദി എന്ന എഴുത്തുകാരനാണ്. ഉൾട്ടാ പുൾട്ടാ എന്ന് പറഞ്ഞാല് തിരിഞ്ഞും മറിഞ്ഞും, ടോസിങ് ആൻഡ് ടേണിങ് എന്നുള്ള അർത്ഥമാണ് വരുന്നത്. അപ്പൊ നമുക്ക് കവിത വായിച്ച് അതിൽ എന്തിനെ കുറിച്ചാണ് പറയുന്നതെന്ന് മനസ്സിലാക്കിയിട്ട് പഠിക്കാം. ചൽത്തി ചൽത്തി നിച്ചിലി ചത്സി ഗിർത്തി ജബ് ചിപ്കലി ചപ്പാക്. ചൽത്തി ചൽത്തി നിച്ചിലി ചത്സി. നിച്ചിലി ചത്ത് എന്ന് പറഞ്ഞാല് താഴ്ന്ന മേൽത്തട്ട്. നടക്കുന്നതിനിടെ താഴ്ന്ന മേൽത്തട്ടിൽ നിന്ന് ഗിർത്തി ജബ് ചിപ്കലി ചപ്പാക്. ചിപ്കലി എന്ന് പറഞ്ഞാല് പല്ലിയാണ്. പല്ലി ടപ്പ് എന്ന ശബ്ദത്തോടെ വീഴുമ്പോൾ തുരന്ത് സംഭൽ ജാത്തി ഉസ് ക്ഷൺ ഹി ഉഡ് ചൽ ദേത്തി അപ്നെ ആപ്. തുരന്ത് എന്ന് പറഞ്ഞാല് പെട്ടെന്ന്, സംഭൽ ജാത്തി ഹെ എന്ന് പറഞ്ഞാല് പൂർവസ്ഥിതിയിലേക്ക് എത്തുക. അപ്പൊ തുരന്ത് സംഭൽ ജാത്തി ഉസ് ക്ഷൺ ഹി എന്ന് പറഞ്ഞാല് അതേ സമയം തന്നെ പെട്ടെന്ന് പൂർവസ്ഥിതിയിലേക്ക് എത്തുന്നു. അതായത് പല്ലി ടപ്പ് എന്ന ശബ്ദത്തോടെ താഴ്ന്ന മേൽത്തട്ടിൽ നിന്ന് വീഴുമ്പോൾ അതേസമയം എന്ത് ചെയ്യത്? പെട്ടെന്ന് പൂർവസ്ഥിതിയിലേക്ക് എത്തുന്നു. ഉഡ്ചൽ ദേത്തി അപ്നെ ആപ്. അപ്നെ ആപ് എന്ന് പറഞ്ഞാല് സ്വയം, സ്വയം എഴുന്നേറ്റിട്ട് മുന്നോട്ട് പോകുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പൊ ഈ വരികളില് പല്ലിയെ കുറിച്ച്, ചിപ്കലിയെ കുറിച്ച് പറഞ്ഞിട്ടുള്ള കാര്യങ്ങള് നിങ്ങൾക്ക് ഒരു ചിത്രമായിട്ട് കാണിച്ചു തരാം. അപ്പൊ ഇവിടെ ചിത്രത്തില് പല്ലിയുണ്ട്. പല്ലിക്ക് ചിപ്കലി എന്നാണ് പറയുന്നത്. അപ്പൊ പല്ലി താഴ്ന്ന മേൽത്തട്ടിൽ നിന്ന് താഴേക്ക് വീഴുന്ന ചിത്രമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്.
പല്ലി മുകളിൽ നിന്ന് താഴേക്ക് ചാടുന്ന സമയത്ത് ഒരു ശബ്ദം ഉണ്ടാവില്ലേ, അതിനെയാണ് ഇവിടെ ചപാക് എന്ന് പറയുന്നത്. നമ്മുടെ കവിതയില് ഗിർത്തി ജബ് ചിപ്കലി ചപാക്, പല്ലി ചപാക് എന്ന ശബ്ദത്തോടെ വീഴുമ്പോഴെന്താണ്, ആ വീഴുന്ന അതേ സമയത്ത് തന്നെ അത് പെട്ടെന്ന് പൂർവ്വസ്ഥിതിയിലേക്ക് എത്തും. അതായത് അത് ആ വീഴുന്ന സമയത്ത് തന്നെ ബാലൻസ് ചെയ്ത് സ്വയം എഴുന്നേറ്റിട്ട് മുന്നോട്ട് പോകും എന്നാണ് നമ്മുടെ കവിതയിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇനി നമുക്ക് കവിതയുടെ ബാക്കി വായിച്ചു നോക്കാം. ഊപ്പർ കി ഡാലി സേ ബന്ദർ ജബ് ആ ഗിർത്താ ഹെ നീച്ചെ. ഊപ്പർ എന്ന് പറഞ്ഞാല് മുകളിൽ, ഡാലി എന്ന് പറഞ്ഞാല് വൃക്ഷശാഖ, അതായത് മരത്തിന്റെ കൊമ്പ്, ചില്ല എന്നുള്ള അർത്ഥാണ്. ബന്ദർ എന്ന് പറഞ്ഞാല് കുരങ്ങ്, ഗിർന എന്ന് പറഞ്ഞാല് വീഴുക, നീച്ചെ എന്ന് പറഞ്ഞാല് താഴെ എന്നുള്ള അർത്ഥാണ് വരുന്നത്. അതായത് ഊപ്പർ കി ഡാലി സേ ബന്ദർ ജബ് ആ ഗിർത്താ ഹെ നീച്ചെ, മുകളിലെ വൃക്ഷശാഖയിൽ നിന്ന് കുരങ്ങ് എപ്പോഴാണോ താഴേക്ക് വീഴുന്നത്, ജട്പട്ട് പക്കഡ് ദൂസരി ഢാലി ഹസ്തേ ഹെ ആംഖേ മീച്ചെ. ജട്പട്ട് എന്ന് പറഞ്ഞാല് പെട്ടെന്ന്, ദൂസരി ഢാലി എന്ന് പറഞ്ഞാല് മറ്റൊരു ശാഖ. ഹസ്നേക ഹസ്താഹ എന്നാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഹസ്ന എന്ന് പറഞ്ഞാല് ചിരിക്കുക എന്നുള്ള അർത്ഥാണ് വരുന്നത്. ആംഖ് എന്ന് പറഞ്ഞാല് കണ്ണ് എന്നുള്ള അർത്ഥാണ്. ആംഖേ മീച്ചെ എന്ന് പറഞ്ഞാല് കണ്ണുകൾ അടച്ച്. ജട്പട്ട് പക്കഡ് ദൂസരി ഢാലി, പെട്ടെന്ന് മറ്റൊരു ശാഖ പിടിക്കുന്നു. ഹസ്തേ ഹെ ആംഖേ മീച്ചെ, കണ്ണുകൾ അടച്ച് ചിരിക്കുന്നു എന്നാണ് ഈ വരികളിൽ പറയുന്നത്. അപ്പൊ നമുക്ക് ഇതിന്റെ ചിത്രം നോക്കി നോക്കാം. അപ്പൊ ഈ ചിത്രത്തില് കുരങ്ങനുണ്ട്. കുരങ്ങന് ഹിന്ദിയില് ബന്ദർ എന്നാണ് പറയുന്നത്. പിന്നെ മരമുണ്ട്, മരത്തിന്റെ പേട് എന്ന് പറയും. പിന്നെ മരത്തിന്റെ ശാഖയുണ്ട്, അതിനാണ് ഡാലി എന്ന് പറയുന്നത്. അപ്പൊ മുകളിലെ വൃക്ഷശാഖയിൽ നിന്ന്, മരത്തിന്റെ കൊമ്പിൽ നിന്ന് കുരങ്ങ് എപ്പോഴാണോ താഴേക്ക് വീഴുന്നത്, അതെന്ത് ചെയ്യും, പെട്ടെന്ന് മറ്റൊരു ശാഖ പിടിക്കുന്നു, എന്നിട്ട് കണ്ണുകൾ അടച്ചു ചിരിക്കുന്നു എന്നാണ് നമ്മുടെ കവിതയിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നിങ്ങൾ വീഡിയോസിലും ഇപ്പൊ ഈ ചിത്രത്തിലൊക്കെ നിങ്ങൾ കണ്ടു, കുരങ്ങൻ എന്താണ്, ഒരു കൊമ്പിൽ നിന്ന് മറ്റൊരു കൊമ്പിലേക്ക് സ്പീഡപ്പായിട്ട് എന്ത് ചെയ്യും, പിടിക്കും. പക്ഷെ അതിന് പേടിയുണ്ടോ, ഇല്ല, അതെന്ത് ചെയ്യും, കണ്ണുകൾ അടച്ച് ചിരിക്കും എന്നാണ് നമ്മുടെ കവിതയിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇനി നമുക്ക് നമ്മുടെ കവിതയുടെ ബാക്കി വായിച്ച് അതിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് വായിച്ച് മനസ്സിലാക്കാം. तिल चटे चींटे जब चलते एकाएक पलट जाते हैं. തിൽച്ചട്ടെ എന്ന് പറഞ്ഞാല് പാറ്റകള്, ചീണ്ടെ എന്ന് പറഞ്ഞാല് വലിയ ഉറുമ്പുകൾ, ഏകാഏക് എന്നതിനർത്ഥം പെട്ടെന്ന് എന്നാണ്. പലട്ട് ജാത്തേ ഹെ എന്ന് പറഞ്ഞാല് മറിയുക, അതായത് പാറ്റകളും ഉറുമ്പുകളും നടക്കുമ്പോൾ, ചലിക്കുമ്പോൾ പെട്ടെന്ന് മറഞ്ഞു പോകുന്നു. चटक हाथ पैरों को अपने फिर सीधे हो चल पाते हैं. ഹാത്ത് എന്ന് പറഞ്ഞാല് കൈയാണ്, പേർ എന്ന് പറഞ്ഞാല് കാല്. ചട്ടക് ഹാത്ത് പേരും കോ അപ്നെ എന്ന് പറഞ്ഞാല് തന്റെ കൈകാലുകൾ കുടഞ്ഞിട്ട് ഫിർ സീതേ ഹോ ചൽ പാത്തേ ഹെ, പിന്നെ നേരെയായി വീണ്ടും നടക്കുന്നു എന്നാണ് ഈ വരിയിൽ പറഞ്ഞിട്ടുള്ളത്. ഈ ചിത്രത്തിലുള്ളത് പാറ്റയാണ്. പാറ്റയ്ക്ക് ഹിന്ദിയില് തിൽച്ചട്ട എന്നാണ് പറയുന്നത്. അപ്പൊ ഒരുപാട് പാറ്റകൾ ഉള്ളത് കൊണ്ട് തിൽച്ചട്ടെ, പാറ്റകൾ എന്നാണ് നമ്മുടെ കവിതയിൽ കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇവിടെ എന്താണ്, ഉറുമ്പുണ്ട്, ഒരു വലിയ ഉറുമ്പാണ്. അപ്പൊ വലിയ ഉറുമ്പുകൾക്ക് ഹിന്ദിയില് ചീണ്ടെ എന്നാണ് പറയുന്നത്. അപ്പൊ നമ്മുടെ കവിതയിൽ പറയുന്നത് ഈ പാറ്റയും ഉറുമ്പുകളൊക്കെ എന്താണ്, നടക്കുന്നതിനിടെ പെട്ടെന്ന് മറിഞ്ഞു പോകും. പക്ഷെ മറിഞ്ഞു പോയാലും ഇവരെന്ത് ചെയ്യും, ഇവരുടെ കൈയും കാലൊക്കെ കുടഞ്ഞിട്ട് പിന്നെയും നേരെയായിട്ട്, നേരെ മറിഞ്ഞു കിടക്കുന്ന ഈ പാറ്റകളും പല്ലികളും എന്ത് ചെയ്യും, നേരെ നടക്കാനായിട്ട് ശ്രമിക്കും. അപ്പൊ ചിലരൊക്കെ ഇത് നേരിൽ കണ്ടിട്ടുണ്ടാവും. അപ്പൊ അതിനെ കുറിച്ചിട്ടാണ് നമ്മുടെ ഈ കവിതയിൽ വർണ്ണിച്ചിട്ടുള്ളത്. അപ്പൊ ഇനി നമുക്ക് അടുത്ത വരി വായിച്ചു നോക്കാം. ചീണ്ടി ഗിർത്തി മക്കിടെ ഗിർത്തെ ഗിർഗിഡ് ഗിർത്തെ ഓർ സംബൽത്തെ. ചീണ്ടി എന്ന് പറഞ്ഞാല് ചെറിയ ഉറുമ്പാണ്. മക്കിടെ എന്ന് പറഞ്ഞാല് വലിയ ചിലന്തികൾ. ഗിർഗിഡ് എന്ന് പറഞ്ഞാല് ഓന്താണ്. ചീണ്ടി ഗിർത്തി മക്കിടെ ഗിർത്തെ, ചെറിയ ഉറുമ്പുകൾ വീഴും, ചിലന്തികൾ വീഴും. ഗിർഗിഡ് ഗിർത്തെ ഓർ സംബൽത്തെ, ഓന്തുകൾ വീണിട്ടും വീണ്ടും ബാലൻസ് ചെയ്യുന്നു, പൂർവ്വസ്ഥിതിയിൽ എത്തുന്നു എന്നാണ് പറയുന്നത്. ഗിർനെ പരവേ സാഹസ് ഖോക്കർ
കഭി നാപ്പിനി ആംഖേ മൽത്തെ, ഒരിക്കലും തന്റെ കണ്ണുകൾ തിരുമുന്നില്ല എന്നാണ് ഇവിടെ കവി പറഞ്ഞിട്ടുള്ളത്. നമ്മുടെ കവിതയില് ചീണ്ടി ഗിർത്തി എന്ന് പറയുന്നുണ്ട്. ഉറുമ്പുകള്, ചെറിയ ഉറുമ്പുകള് വീഴും. മക്കടെ ഗിർത്തി, ചിലന്തികള് വീഴും എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോ ചിലന്തിക്ക്, എട്ടുകാലിക്ക് ഹിന്ദിയില് മക്കട എന്നാണ് പറയുന്നത് എന്ന് നിങ്ങൾ ഓർത്തു വെക്കുക. പിന്നെ എന്താണ് വീഴുന്നത്? ഗിർഗിറ്റ് ഗിർത്തെ, ഗിർഗിട്ടും വീഴും അല്ലെ. ഓന്തും വീഴുന്നതിനെ കുറിച്ചിട്ട് നമ്മുടെ കവിതയിൽ പറയുന്നുണ്ട്. പക്ഷെ ഇവരൊക്കെ വീണ് കഴിഞ്ഞാൽ എന്താണ്? അവര് സ്വയം ബാലൻസ് ചെയ്യും. ബാലൻസ് ചെയ്തിട്ട് എവിടെയെങ്കിലും നിൽക്കും എന്നാണ് നമ്മുടെ കവിതയിൽ കവി പറഞ്ഞിട്ടുള്ളത്. അതായത് ഉറുമ്പും ചിലന്തിയും ഓന്തൊക്കെ വീണാലും എന്താണ്? അവരുടെ ധൈര്യം നഷ്ടപ്പെടുത്തുന്നില്ല. അതേപോലെ തന്നെ കബി നാപ്പിനി ആംഖേ മൽത്തെ, ഒരിക്കലും തന്നെ കണ്ണുകൾ തിരുമുന്നില്ല എന്നാണ് പറയുന്നത്. അതായത് വീണ് കഴിഞ്ഞാൽ ഇവരെന്താണ്? സ്ട്രോങ് ആയിട്ടാണ്, ധൈര്യത്തോടെയാണ് നിൽക്കുന്നത്. ഒരിക്കലും അവരുടെ ധൈര്യം നഷ്ടപ്പെടുത്തുന്നില്ല എന്നാണ് നമ്മുടെ കവിതയിൽ പറഞ്ഞിട്ടുള്ളത്. ഗിർനെ ഓർ പിച്ചടനെ പർ ജോ ഹിമ്മത് ഖോത്തെ പച്താത്തെ ഹെ. ഗിർന എന്ന് പറഞ്ഞാല് വീഴുക, പിച്ചടന എന്ന് പറഞ്ഞാല് പിന്നിലാകുക, ഹിമ്മത്ത് എന്ന് പറഞ്ഞാല് ധൈര്യാണ്, പശ്താന എന്ന് പറഞ്ഞാല് പശ്ചാത്തപിക്കുക. അതായത് ഗിർനെ ഓർ പിച്ചടനെ പർ, വീഴുമ്പോഴും പിന്നിലാകുമ്പോഴും ജോ ഹിമ്മത്ത് ഖോത്തെ പശ്ചാത്തേ ഹെ, ധൈര്യം നഷ്ടപ്പെടുത്തിയിട്ട് എന്ത് ചെയ്യും? നമ്മള് പശ്ചാത്തപിക്കും. അതായത് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും വീഴു പോകുമ്പോഴോ അല്ലെങ്കിൽ പിന്നിലാകുമ്പോഴോ എന്താണ്? നമ്മുടെ മനസ്സിലുള്ള ആ ധൈര്യം നഷ്ടപ്പെടുത്തി പശ്ചാത്തപിക്കും അല്ലെ. പക്ഷെ ഇവിടെ പറയുന്നത് ധൂൽ ജാഡ് ജോ തുരന്ത് സംഭൽത്തെ വേ ജീവൻ മേ സുപ്പാത്തെ ഹെ. ധൂൽ എന്ന് പറഞ്ഞാല് പൊടിയാണ്. ധൂൽ ജാഡ് എന്ന് പറഞ്ഞാല് പൊടി തട്ടിക്കളഞ്ഞിട്ട് എന്നുള്ള അർത്ഥമാണ് വരുന്നത്. തുരന്ത് എന്ന് പറഞ്ഞാല് ഉടൻ, പെട്ടെന്ന് എന്നുള്ള അർത്ഥമാണ്. അതായത് ധൂൽ ജാഡ് ജോ തുരന്ത് സംഭൽത്തെ, പൊടി തട്ടി ഉടൻ തന്നെ എഴുന്നേൽക്കുന്നവരെന്താണ്? വേ ജീവൻ മേ സുപ്പാത്തെ ഹെ, അവര് ജീവിതത്തിൽ സന്തോഷം നേടുന്നു എന്നാണ് നമ്മുടെ കവിതയിൽ പറഞ്ഞിട്ടുള്ളത്. അതായത് ഈ വരികളിൽ പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും വീണു പോവുകയോ പിന്നിലാകുമ്പോഴെന്താണ്? ഒരിക്കലും നമ്മുടെ ധൈര്യം നഷ്ടപ്പെടുത്താൻ പാടില്ല. ധൈര്യം നഷ്ടപ്പെടുത്തിയാൽ എന്താണ്? നമുക്ക് റിഗ്രറ്റ് ഉണ്ടാവും, നമുക്ക് പശ്ചാത്തപിക്കേണ്ട ഒരു സിറ്റുവേഷൻ വരും എന്നാണ് പറയുന്നത്. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും നമ്മൾ പിന്നിലാവുകയോ വീണ് പോവുകയോ ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം? നമ്മൾ വളരെ ധൈര്യത്തോടെ മുന്നോട്ട് പോകണം എന്നാണ് പറയുന്നത്. അപ്പോൾ മാത്രമേ നമുക്ക് എന്ത് ലഭിക്കുള്ളൂ? ജീവിതത്തിൽ സക്സസ് ലഭിക്കുള്ളൂ, സന്തോഷം ഉണ്ടാവുള്ളൂ എന്നുള്ള വളരെ മനോഹരമായിട്ടുള്ള വലിയൊരു മെസ്സേജാണ് നമ്മുടെ ഈ കവിതയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത്. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ മുന്നോക്കി സ്വതന്ത്രത എന്നുള്ള മനോഹരമായിട്ടുള്ള ഒരു കഹാനിയും ഉൾട്ടാ പുൾട്ട എന്ന കവിതയും പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ക്ലാസ് എടുത്തപ്പോൾ തന്നെ ഞാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പല പോയിന്റ്സും പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ ശ്രദ്ധിച്ച് മാർക്ക് ചെയ്തിട്ട് തന്നെ പഠിക്കുക. പിന്നെ നമ്മുടെ ചാനലിൽ എല്ലാ ചാപ്റ്റേഴ്സും ഇതേപോലെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എക്സാമിന് വരാൻ പോകുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ പോയി നിങ്ങൾ കാണുക. നിങ്ങൾക്ക് ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുന്നുണ്ട്, മനസ്സിലാവുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം എന്ത് തന്നെ ആയാലും കമൻറ്റ് ബോക്സിലൂടെ എന്നെ അറിയിക്കാൻ മറന്നു പോകരുത്. അപ്പോൾ നമുക്കിനി അടുത്ത ക്ലാസ്സിൽ കാണാം.